3 ദിവസത്തെ അവധിയുള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങാമെന്ന് തീരുമാനിച്ചു. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ മൈസൂർ ആയതുകൊണ്ടും അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. രാവിലെ 10 മണിക്കാണ് ട്രെയിൻ. ഞങ്ങൾ 9:30 കഴിഞ്ഞപ്പോൾ KSR റെയിൽവേ സ്റ്റേഷനിലെത്തി. KSR എന്ന് പറഞ്ഞാൽ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത് 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു രസകരമായ കാഴ്ച കണ്ടു. പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു കൊച്ചു അമ്പലം. അമ്പലമാണോ ആദ്യം ഉണ്ടായത് അതോ റെയിൽവേ സ്റ്റേഷനാണോ എന്നെനിക്കറിയില്ല. എന്തായാലും വരുന്ന പാസഞ്ചറിൽ കുറച്ചു പേരെങ്കിലും ആ അമ്പലത്തിൽ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് എന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ പറഞ്ഞു തന്നു. റെയിൽവേ ട്രാക്ക് നോക്കി സമയം കളയുമ്പോഴാണ് വേറെ ഒരു കാഴ്ച കണ്ടത്. കുറച്ച് സമയലാഭത്തിന് വേണ്ടി അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നത് എത്ര വലിയ അപകടമാണ്. പറഞ്ഞ സമയത്തിന് 4 മിനിറ്റ് ലേറ്റായി ദേ വന്നു നമ്മുടെ വന്ദേ ഭാരത്. വരുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് വളരെ അഭിമാനമുണ്ടാക്കുന്ന ഈ ട്രെയിൻ നമ്മളുടെ യാത്രാ സമയത്തെ വളരെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും തിരക്ക് കാരണം കുറച്ച് സമയം പോസ്റ്റ് തന്ന് അവസാനം ട്രെയിനിൽ കയറി. ഞങ്ങളെപ്പോലെ ബാംഗ്ലൂരിൽ നിന്ന് കയറിയവർ സീറ്റ് കണ്ടുപിടിക്കാനും ഒന്ന് സെറ്റാകാനുമുള്ള തിരക്ക്. വന്ദേ ഭാരതിൻ്റെ അകത്ത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മളുടെ സീറ്റിൽ മുമ്പ് യാത്ര ചെയ്ത യാത്രക്കാരുടെ ഫുഡ് വേസ്റ്റ്. താഴെ കിടക്കുന്ന ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. തിരക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും സീറ്റിലിരുന്നു. ട്രെയിൻ പുറപ്പെടുന്നു എന്ന അറിയിപ്പ് വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് നമ്മളിരിക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യാൻ ആൾ വരുന്നു. ചെയ്യുന്ന ജോലിയോട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം തൻ്റെ ജോലി ചെയ്തു തീർത്തു. ദാഹം തുടങ്ങി വെള്ളത്തിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ കുടിവെള്ളവുമായി ഒരു ചേട്ടൻ. ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരു സന്തോഷമാണ്. ആദ്യം വെള്ളം തന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നു. പിന്നെ വന്ന് ചായ തന്നു. തെറ്റില്ലാത്ത ഒരു മസാല ചായയും. അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണ്. ഒരേ ഒരു സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും കാഴ്ചകൾ മനോഹരമാണ്. വന്ദേ ഭാരതിൻ്റെ വേഗമാണ് ഈ കാണുന്നത്. മണിക്കൂറിൽ 106 കിലോമീറ്റർ വേഗത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. റെയിൽവേ പറഞ്ഞതിലും 10 മിനിറ്റ് മുമ്പ് എത്തിയിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിഥികളെ ആകർഷിക്കാനും വരവേൽക്കാനും പല രീതിയിൽ മൈസൂർ നഗരം ഒരുങ്ങി നിൽക്കുന്നു. വളരെ വൃത്തിയുള്ള റോഡുകൾ. റോഡുകളിൽ ഒരു വശം തണൽ മരങ്ങൾ. ഈ കാണുന്ന കെട്ടിടം ഇന്ത്യൻ റെയിൽവേയുടെ ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. വഴിയിൽ ഒരു ചേട്ടൻ കുറേ ഇലകൾ വിൽക്കുന്നത് കണ്ടു. മാവിലയും ആര്യവേപ്പിൻ്റെ ഇലയും. ഉഗാദി ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയുള്ള 2 ദിവസം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണിത്. ഫ്രണ്ട് ഡെസ്ക് അത്യാവശ്യം തിരക്കുണ്ട്. ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി റൂമിലെത്തി. ചെറിയ റൂമാണ്, ചെറിയ ബാത്റൂമും. ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയതാണ്. താമസിക്കുന്ന സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചുള്ള നടത്തം അവസാനം ഇവിടെയാണ് എത്തിയത്. ഒരു ദൊണ്ണി ബിരിയാണി, ഒരു ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. കാത്തിരിപ്പ് കുറച്ച് വലുതായിരുന്നു. അവസാനം ബിരിയാണിയും ചിക്കൻ 65ഉം എത്തി. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം റൂമിൽ പോയി നന്നായി ഒന്ന് ഉറങ്ങണം. അതിനുശേഷം ബൃന്ദാവൻ ഗാർഡനിൽ പോകണമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ.